സർ, കടൽക്ഷോഭം രൂക്ഷമായ വൈപ്പിനിലെ എടവനക്കാട് തീരപ്രദേശത്ത് കടൽ ഭിത്തി പുനർനിർമ്മിക്കുന്നതിനും പുലിമിട്ടുകൾ സ്ഥാപിക്കുന്നതിനും അടിയന്തര നടപടികൾ സ്വീകരിക്കണം സർ. ഞാൻ ആ സ്ഥലം സന്ദർശിച്ചു. നൂറുകണക്കിന് കുടുംബങ്ങളാണ് സമാനതകളില്ലാത്ത ദുരിതം അനുഭവിക്കുക. കാറ്റെടുത്ത് കടലെടുത്ത് ആ തീരപ്രദേശം മുഴുവൻ പോവുകയാണ്. എല്ലാവരുടെയും വീടുകളിൽ വെള്ളമാണ്. വീടുകൾ ഇടിഞ്ഞു തുടങ്ങി സർ. ഒരു റോഡ് പോലും അവിടെ നിന്ന് രക്ഷപ്പെടാനില്ല. 20 വർഷം ഇതുപോലെ സ്ഥലം പോലും ചെയ്തിട്ടില്ല. എന്റെ വീടൊക്കെ തകർന്നു പോയി സാറേ. വീട് മുഴുവൻ പോയല്ലേ? ഗർഭിണികളായ സ്ത്രീകൾ സ്ഥലം ഒഴിഞ്ഞു പോവുകയാണ്. രോഗികളായ ആളുകളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കഴിയുന്നില്ല. 20 വർഷം 5 ജീവൻ പൊലിഞ്ഞ സ്ഥലമാണിത്. 20 വർഷമായിട്ടും ഈ ഒരു സീവള അതേ വിധത്തിൽ തന്നെ കിടക്കുകയാണ്. ഞങ്ങൾക്കൊന്ന് പേടിക്കാതെ അന്തിയുറങ്ങാനാണ്. 2004 സുനാമിയിൽ തകർന്നതാണ് ഇതെല്ലാം. ആ സുനാമിയിൽ തകർന്നത് ഇതുവരെ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല സർ. കല്ലുകൾ വരെ തെറിച്ചു കിടക്കുകയാണ്. അവിടെയാണ് കൊണ്ടുപോയി ജിയോ ബാഗ് വെക്കുന്നത്. സാർ, 1 മിനിറ്റ് പോലും ആയില്ല. പിന്നെ എന്താ അങ്ങ് സഹകരിക്കണം. അത് 1 മിനിറ്റ് പോലും ആയില്ലല്ലോ. 1 മിനിറ്റ് ആയി. ഞാൻ അങ്ങ് 50 സെക്കൻഡ് ആയപ്പോ പറയാം. എന്താ ഇത് ഒരു കാര്യം അവതരിപ്പിക്കുന്നത്? അത് ശരിയല്ല. ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളായിട്ട് എവിടെ ഓടണം? സാർ, ഇതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട്, കടപ്പുറത്തും എല്ലാം ഗുരുതരമായ പ്രശ്നമുണ്ട്. അടിയന്തരമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ തീരപ്രദേശത്തെ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമായും മാറും. അതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്ന് ഞാൻ ബഹുമാനപ്പെട്ട ജലവിഭവ മന്ത്രി. ഞാൻ തൊട്ടടുത്ത്